അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ അല്ലാഹുവിന്റെ റഹ്മാനിയത്ത് പരിചയപ്പെടുത്തി തരികയായിരുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. റഹ്മാൻ എന്ന ആയത്തിന്റെ ഏതാനും ചില ആശയങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കി. അല്ലമൽ ഖുർആൻ എന്ന ആ രണ്ടാമത്തെ ആയത്തിനെ സംബന്ധിച്ച് പഠിക്കാനാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 13 ആയത്തോളം ഓതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ 1-2 ആയത്തുകളാണ് തഫ്സീർ ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ റഹ്മത്തുകളെ സംബന്ധിച്ച് വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി കിടക്കുകയാണ്. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കണ്ണിമ വെട്ടുന്നതും എല്ലാം. ഇതിൽ റഹ്മാൻ എന്ന വാക്കിന് അല്ലാഹു റഹ്മാനും ബിജലാഇലിൻ നിഅം വറഹീമുൻ ബിദഖായിഖിൻ നിഅം എന്ന് ഉലമാ പഠിപ്പിക്കുന്നു. അതായത് വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾക്കാണ് റഹ്മാൻ എന്ന വിശേഷണം പറയാ. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില ചെറിയ അള്ളാഹുവിന്റെ മൈന്യൂട്ട് സറ്റിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂല അങ്ങനത്തെ നിഅമത്തുകൾ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. ആ നിഅമത്തുകളെ സൂചിപ്പിക്കാനാണ് റഹീം എന്ന വാക്ക് അള്ളാഹു തആല ഉപയോഗിക്കുന്നത്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഉദയുമാറാകട്ടെ. റഹ്മാൻ എന്ന് പറയുമ്പോൾ വലിയ വലിയ നിഅമത്തുകൾ, നമ്മുടെ ജീവിതം തന്നെ, നമ്മൾ ജനിച്ചത്, നമ്മുടെ ആരോഗ്യം, സൂര്യനും ചന്ദ്രനും കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെള്ളവും വായുവും ഭക്ഷണവും അന്നപാനീയങ്ങളും, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യന്മാർ നമ്മെ ആക്രമിക്കാതെ നമ്മൾ ആ അക്രമ സ്വഭാവങ്ങളും മറ്റൊക്കെ ഉണ്ടായിരിക്കെ വളരെ സൗമ്യരായി അല്ലെങ്കിൽ സമാധാനം കാക്ഷിക്കുന്നവരായി പരസ്പരം ജീവിക്കുന്നത്, അക്രമോത്സവത ഇല്ലാതിരിക്കുന്നത്, ഇങ്ങനൊക്കെ ഒരുപാട് നിഅമത്തുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മാനിയത്താണ്. പക്ഷെ അവന്റെ റഹീമിയത്ത്, അള്ളാഹുവിന്റെ റഹ്മാൻ റഹീം എന്ന വിശേഷണത്തിൽ ഒരുപാട് ചെറിയ മൈന്യൂട്ട് വിഷയങ്ങൾ. ഉദാഹരണം, നമ്മുടെ കണ്ണ് എപ്പോഴും നനഞ്ഞിട്ടാണ്. കണ്ണിലൊരു പൊടി വീണാൽ നമ്മുടെ കണ്ണ് അത് സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യും. ചെറിയ മുടിക്കഷ്ണം കണ്ണിനുള്ളിൽ വീണാൽ കണ്ണ് നനച്ച് ക്ലിയർ ചെയ്ത് പോവാണ്. നമ്മുടെ കണ്ണിമ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിങ്ങ് തുറന്നു വെച്ചാൽ കാറ്റ് തട്ടി കണ്ണ് ഉണങ്ങാതിരിക്കാൻ കണ്ണ് ചിമ്മാണ്. നമ്മളറിയാതെ ഈ കണ്ണിന്റെ ബ്ലിങ്കിങ്സ്, ഇതൊക്കെ അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. ആ കണ്ണ് ചിമ്മില്ലെങ്കിൽ കണ്ണ് നനയൂല, നനഞ്ഞില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഇൻഫെക്ഷൻ വരും. കണ്ണ് ക്ലീനാക്കുകയാണ് കണ്ണുനീര് കൊണ്ട്, കണ്ണിനുള്ളിലെ ദ്രവങ്ങളെ കൊണ്ട്. എന്തൊക്കെ അനുഗ്രഹങ്ങൾ. ചെറിയ കുഞ്ഞ് കരയുമ്പോൾ കണ്ണ് ചിമ്മിയിട്ടാ കുഞ്ഞുങ്ങൾ കരയാ. പ്രസവിച്ചു വീണ് ചെറിയ മക്കളൊക്കെ കരയുമ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പറയില്ലേ. ഈ കുഞ്ഞിന് ഉമ്മ വരുന്നവരെ കരയണം. ഉമ്മ വാഷ് ചെയ്യാൻ പോയതായിരിക്കും. അതൊക്കെ പണ്ടത്തെ കാലത്തിലെ. ഇപ്പൊ റൂമിനുള്ളിൽ തന്നെയാണല്ലോ. ഓക്കെ. എന്നാലും ഉമ്മയെ അറിയിക്കണം, എനിക്ക് വിശന്നിട്ടുണ്ട്. കുട്ടിക്ക് കരയണം. കുട്ടി കണ്ണ് തുറന്ന് കണ്ണുനീര് പുറത്തൊരു ഒറ്റ കണ്ണീരും വരൂല. ചെറിയ കുഞ്ഞിന്റെ കരച്ചിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണീര് പുറത്ത് കാണൂല. എന്തിന്? ആ കണ്ണിനീര് ഉള്ളിലൂടെ പോയിട്ട് തൊണ്ട നനച്ചൊടുക്കുകയാണ്. എത്ര നേരവും കുഞ്ഞിന് കരയാൻ അവസരം കിട്ടണം. ഉമ്മ വരുന്നവരെ കരയണം. അതിന് കണ്ണിനീര് ഉള്ളിലൂടെ പോയി തൊണ്ട നനച്ചൊടുക്കുന്നു കുഞ്ഞിന് കരയാൻ. ഇതൊക്കെ ദഖായിഖുൻ നിഅം, അള്ളാഹുവിന്റെ വളരെ സറ്റിൽ ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ്, വളരെ മൈന്യൂട്ട്, നമ്മുടെ കണ്ണിൽപ്പെടാത്ത ശ്രദ്ധിക്കാത്ത സൂക്ഷ്മമായ അനുഗ്രഹങ്ങൾ. അങ്ങനെ തുടങ്ങി നമ്മുടെ ചെവിയും നമ്മുടെ ബ്രെയിനും നമ്മുടെ ദഹന വ്യവസ്ഥയും എല്ലാം, ഭക്ഷണം ദഹിക്കുന്നത്, ഇതൊക്കെ ചില്ലറ സംഗതിയാണോ? ഇങ്ങനെ തുടങ്ങി. ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മാൻ റഹീം എന്ന വിശേഷണത്തിന്റെ ഭാഗമാണെന്നാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. ഈ സൂറയുടെ ഏകദേശം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം ഒരുമിച്ച് ഒരുപാട് ആയത്തുകളിൽ ചർച്ച വന്ന ഒറ്റ വിഷയം ഒരുപാട് ആയത്തുകൾ തുടരെ വന്നത് ഈ സൂറത്തു റഹ്മാനിലാണ്.
ഖുർആന്റെ ഒരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങൾ ചർച്ച ചെയ്ത് പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ജമ്പ് ചെയ്യും. പക്ഷേ ഓതുന്ന ആൾക്കോ ഖുർആൻ മനസ്സിലാക്കുന്ന ആൾക്കോ അവിടെ ഒരു പ്രശ്നവും തോന്നൂല. ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നു. ഒരു പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന വിഷയത്തിലേക്ക് പോലും ഖുർആൻ കടന്നു പോകും. പക്ഷെ അവിടെ ഒരു യോജിപ്പിന്റെ ഒരു കുറവോ അല്ലെങ്കിൽ ഓതുന്നിടത്തൊരു പ്രയാസമോ മനസ്സിലാക്കുന്നിടത്ത് പ്രയാസം പോലും തോന്നൂല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ചൊരു വിഷയം പറഞ്ഞത് 32 ആയത്തുകൾ ഒരേ വിഷയവുമായി ബന്ധിച്ചു വന്ന ഖുർആനിലെ ഏക സ്ഥലം സൂറത്തുർ റഹ്മാനാണ്. സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ 32 ആയത്തുകൾ ഒരുമിച്ചാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ അവിടുന്ന് തുടങ്ങി സൂറത്ത് അവസാനിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇടക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര പ്രാവശ്യം? 31 തവണ. 31 തവണ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏതാ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? ഇതൊന്നും എന്റെ അള്ളാഹുവിന്റെ എന്റെ റബ്ബിന്റെ നിഅമത്തല്ലെന്ന് ആർക്ക് നിഷേധിക്കാൻ പറ്റും? ബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതി കൊടുത്തപ്പോ ജിന്നുകളാണ് പറഞ്ഞത്, അല്ലാഹുവേ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ നിന്റെ നിഅമത്തുകളിൽ ഒന്നുപോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല റബ്ബേ. ഫലകൽ ഹംദ്, നിനക്കാണ് ഹംദ് പടച്ചവനെ, നിനക്കാണ് സ്തുതി. 31 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറയുടെ തൊട്ട് മുമ്പ് സൂറത്തുൽ ഖമർ ആണ്. തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ഖമർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞ ഒരു സംഭവമുണ്ട്. 3 ആയത്തുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ഫകൈഫ കാന അദാബി വനുദുർ, ഫകൈഫ കാന അദാബി വനുദുർ, ഫകൈഫ കാന അദാബി വനുദുർ. ആയത്തുകളുടെ ഇടയിലൂടെ 3 പ്രാവശ്യം ഈ ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മുൻകാല സമൂഹങ്ങളുടെ ശിക്ഷകൾ വിവരിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, ഫകൈഫ കാന അദാബി വനുദുർ. എന്റെ ശിക്ഷയും എന്റെ മുന്നറിയിപ്പുകളും എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എന്റെ മുന്നറിയിപ്പ്? എങ്ങനെയാണ് എന്റെ ശിക്ഷകൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ സൂറത്തിൽ. ഇവിടെ ആവർത്തിച്ചത് എന്താ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 3 പ്രാവശ്യം എന്റെ ശിക്ഷ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും 31 പ്രാവശ്യം എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുക തൊട്ടുപുറത്തെ സൂറത്തിൽ. യാ അല്ലാഹ്. 3 അവിടെ പറഞ്ഞപ്പോഴേക്കും 3നെ 10 ആയിട്ട് അല്ലാഹു തആല ഗുണിച്ച് 30 അല്ല 31 വസിയാദ, ഒന്നേറെയും തന്ന് ഇതാ എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലയോ? എന്റെ ശിക്ഷകൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. പേടിച്ചോ? എന്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴേക്ക് 31 പ്രാവശ്യം എന്റെ അനുഗ്രഹം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറയിൽ ഉടനീളം മനസ്സിലാക്കേണ്ട ചില ആമുഖമായി മനസ്സിലാക്കേണ്ട വിഷയം അള്ളാഹുവിന്റെ ജലാലിയത്തും അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഇക്റാം അല്ലേ. ഫതബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ബഹുമാനവും ഔദാര്യവുമുള്ള അള്ളാഹു അങ്ങയുടെ രക്ഷിതാവിന്റെ നാമം പരിശുദ്ധമാണ് നബിയെ. അർ-റഹ്മാൻ എന്ന റബ്ബിന്റെ നാമം പരിശുദ്ധമാണ്. എന്താണ് ആ നാമം? അത് ദിൽ ജലാലി വൽ ഇക്റാം. ജലാൽ മൈറ്റ്, മഹത്വമുള്ളതാണ്. വൽ ഇക്റാം ബൗണ്ടി ആൻഡ് ബ്ലെസ്സിങ്സ്, അള്ളാഹുവിന്റെ ഔദാര്യവുമുള്ളതാണ് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന നാമം. അതിന് മഹത്വമുണ്ട്, അതിൽ ഔദാര്യമുണ്ട്. ആ നാമം മഹത്തരമല്ലേ? ഈ സൂറയിലെ ആകെ ചർച്ചകൾ ദുന്യാവും ആഖിറവും ചർച്ച ചെയ്തിട്ടുണ്ട്. ദുന്യാവും ആഖിറവും ചർച്ച ചെയ്തു. അതിൽ ഓരോന്നും ദുന്യാവിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ പറയുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞെന്നു, അള്ളാഹുവിന്റെ ഔദാര്യമായി തന്ന വിഷയങ്ങളും പറഞ്ഞെന്നു.
ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹു മനുഷ്യനെ പടച്ചു, മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി. നമ്മൾ മനസ്സിലാക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് പിന്നീട്. അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. ചന്ദ്രനും സൂര്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഹിസ്ബാൻ, വളരെ കൃത്യമായ അളവിലാണ്, കൃത്യമായ കർക്കശമായ അള്ളാഹുവിന്റെ ടൈം ടേബിളിലാണ് സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നത്. രാവും പകലും, രാത്രിയും പകലും, ഡേ നൈറ്റുകൾ കടന്നു വരുന്നത്, സമയം മാറുന്നത് ഒക്കെ കൃത്യമാണ്. ഇതൊന്നും റാൻഡം, ടോട്ടൽ റാൻഡംനെസ് അല്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ വെൽ സ്ട്രക്ചേർഡ് മാനർ, അതിലൂടെ മനോഹരമായി സഞ്ചരിക്കുകയാണ്. വന്നജുമു വസ്സജറു യസ്ജുദാൻ. നജുമു സജറു യസ്ജുദാൻ. നജുമു എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രൻ എന്നാണ് അർത്ഥം പറയാ, അല്ല സോറി, നക്ഷത്രങ്ങളെന്ന്. നജും എന്ന വാക്കിന് എന്തുണ്ട്? തണ്ടില്ലാത്ത ചെടികൾക്ക് നജുമു എന്ന് പറയും. പുല്ല് പോലെ, അതിന് നിൽക്കാൻ ഒരു സ്റ്റെം, ഒരു വടിയില്ലാത്ത, നെല്ല് പോലെയുള്ള, അതുപോലെ തന്നെ ഗോതമ്പിന്റെ ചെടികൾ, പുല്ല്, ഇതൊക്കെ നജുമാണ് എന്ന് പറഞ്ഞാൽ അതിന് നിവർന്നു നിൽക്കാനുള്ള തണ്ടില്ല. എന്നാൽ തണ്ടില്ലാതെ ഇലകളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ സ്പൈക്കുകളിൽ ഉണ്ടാകുന്ന ചെടികൾക്ക് നജുമ് എന്ന് പറയും. അപ്പോ അത് കാറ്റത്തിങ്ങനെ ആടുന്നവയാണ്, കൊച്ചു ചെടികൾ. എന്നാൽ വൃക്ഷങ്ങളുള്ള, കൈകാലുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന വൃക്ഷങ്ങളുള്ള മനോഹരമായ അള്ളാഹുവിന്റെ സസ്യങ്ങൾക്കാണ് നമ്മൾ ഷജർ എന്ന് പറയാ, നമ്മൾ വൃക്ഷം എന്ന് പറയാ. വന്നജുമു വശജറു യസ്ജുദാൻ. ചെറിയ ഈ കൊച്ചു കൊച്ചു ചെടികളും, വശജറു വലിയ വൃക്ഷങ്ങളും, യസ്ജുദാൻ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. നക്ഷത്രങ്ങളൊന്നും അർത്ഥം പറയാം, പക്ഷെ അവിടെ പ്രബലമായ അഭിപ്രായം അതല്ല. ഈ കൊച്ചു ചെടികൾക്ക് നജുമ് എന്ന് പറയാം. എന്നാൽ സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറഞ്ഞപ്പോ വന്നജുമു വശജറു, അല്ലാഹു തആല പറയണത് അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാനിൻ വന്നജുമു. ശംസും ഖമറും പറഞ്ഞു, പിന്നെ ഒരു നജുമും, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ നക്ഷത്രങ്ങൾ എന്ന അർത്ഥം വെച്ചാലും അവിടെ യോജിപ്പ് തന്നെയാണ്. പക്ഷേ വശജറു എന്ന് ചേർത്ത് നോക്കുമ്പോ അവിടെ കൊച്ചു ചെടികൾക്കാണ് നജുമ് എന്ന് പറയാം. അതൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യാണ്. എത്രനായി ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. ആകാശത്തെ അല്ലാഹു ഉയർത്തുകയും അല്ലാഹു തആല മീസാൻ, ബാലൻസ് വെക്കുകയും ചെയ്തു. സന്തുലിതാവസ്ഥ, എക്വിലിബ്രിയം അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളതിന്റെ വിശദീകരണങ്ങൾ പിന്നെ മനസ്സിലാക്കാം. പിന്നെ അല്ലാ തതഗൂ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. ഇതൊക്കെ ആ ബാലൻസിംഗ്, അല്ലാഹുവിന്റെ മീസാൻ, ആ തുലാസ് നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ ഭാഗമാണ്. വൽ അർള വദഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വൻ നഖ്ലു ദാതുൽ അക്മാം വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ. 8 അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകൾ പറഞ്ഞതിന്റെ ശേഷം ജലാൽ എന്ന റഹ്മാനിയത്തിന്റെ ജലാൽ, ഇതൊക്കെ ദുന്യാവിലെ സംഗതികളാണ്. ദുന്യാവിലെ അള്ളാഹുവിന്റെ ജലാലിയത്ത് പറഞ്ഞിട്ട്